ആശാൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്ത് നമ്മുടെ മമ്മൂക്ക ഇന്ദ്രൻ ചേട്ടനെ പുകഴ്ത്തി പറഞ്ഞ വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതൊന്നും ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. എനിക്ക് ചില സമയത്ത് ഇന്ദ്രൻ ചേട്ടൻ്റെ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത് മമ്മൂക്കയ്ക്കൊരു പൊടിക്ക് അസൂയൊക്കെ തോന്നിയിട്ടുണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചില മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അതിൽ ചിലത് ഇന്ദ്രൻ ചേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് അങ്ങേര് നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ് എന്നാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ പ്രകടനത്തിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ വേറെയും ചില കാര്യങ്ങൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാനുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ആശാൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ജോൺ പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ. ഇന്ദ്രൻസ്, ജോമൻ ജ്യോതിർ, ശോഭി തിലകൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന സിനിമയാണ്. ജോൺ പോൾ ജോർജ് നമ്മുടെ ഗപ്പിയും അമ്പിളിയും ഒക്കെ ഒരുക്കിയിട്ടുള്ള രോമാഞ്ചം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. സിനിമ ആരംഭിക്കുമ്പോൾ ആദ്യം കുറേ നന്ദിയൊക്കെ എഴുതി കാണിക്കുമല്ലോ. അക്കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് സിനിമയിൽ പണം മുടക്കി അപമാനിതരായ പ്രൊഡ്യൂസർമാർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി ഈ സിനിമയിൽ കാണാനുണ്ട്. ഈ പണം മുടക്കുന്ന ആൾക്ക് ഈ പുല്ലുവില കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് എന്തുവാണ് ഈ ഉളുപ്പില്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുന്ന പോലത്തെ കുറച്ച് രംഗങ്ങളുണ്ട്. ശരിക്കും ആ ഡയലോഗ് തന്നെ സിനിമയിലുണ്ട്. നമുക്ക് നമ്മുടെ പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെയാണ് പെർഫോമൻസുകളാണ്. ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ബിബിൻ പെരുമ്പള്ളിയുടെ പ്രകടനം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ സിനിമയിലെ സൂപ്പർ സ്റ്റാർ വേഷം ചെയ്തിരിക്കുന്നത് പുള്ളിയാണ്. അടിപൊളിയായിട്ട് ചെയ്തു. നമുക്ക് പല ആൾക്കാരെയും, അതായത് സിനിമാ മാസികകൾ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകളും പല സിനിമാ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞും കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കുറേ മാനറിസംസും അതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങേര് നല്ല വെഡിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ രസമായിട്ട് ആ ക്യാരക്ടറിനെ പുള്ളി സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ പല സിനിമകളിലും കാണുമ്പോൾ ഒരു സൈഡ് റോളിലൊക്കെയാണ് ഉണ്ടാവുക. ഈ സിനിമയിൽ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടി. പുള്ളി അത് അപാരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ശോഭി തിലകൻ, അവിടെയും എനിക്ക് ഗംഭീരം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശോഭി തിലകൻ്റെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ മികച്ച ഒരു പ്രകടനം എന്ന് അടയാളപ്പെടുത്തുന്ന വേഷമായിരുന്നു. ആൻഡ് ജോമൻ്റെ കാര്യം പറയുമ്പം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കുറേ വീഡിയോ ക്ലിപ്പുകളുണ്ട്. അതിനുശേഷം സിനിമയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ആ സോഷ്യൽ മീഡിയയിൽ കാണിച്ചതിൻ്റെ കുറച്ച് ലാഞ്ചനകളൊക്കെ തന്നെയാണ് മറ്റ് പല വേഷങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു സിനിമ മോഹിയായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. 10 വർഷമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സംവിധായകൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി കൊതിക്കുന്ന, സിനിമ ഭ്രാന്ത് മൂത്തിരിക്കുന്ന ഒരു 3D ആനിമേഷനൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളാണ്. സിനിമയുടെ തുടക്കത്തിൽ ബ്ലെൻഡറാന്ന് തോന്നുന്നു ആ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് 3D മോഡൽ ചെയ്യുന്ന ആളെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ സീൻ മുതലേ നമ്മൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമാ മോഹിയായിട്ടുള്ള ചെറുപ്പക്കാരൻ, അവൻ അത്രയും കഷ്ടപ്പെട്ട് പച്ചത്തെറി മുഖത്ത് നോക്കി വിളിച്ചാൽ എൻ്റെ പൊന്നേട്ടാ പ്ലീസ് ഏട്ടാ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സിനിമാക്കാരനാവാൻ ആഗ്രഹിക്കുന്ന ആ കൊതിയുള്ള ചെറുപ്പക്കാരനെ ജോമൻ അനായാസമായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയ്ക്കും തലയ്ക്കുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോസിലെല്ലാം ലാഞ്ചനകൾ വരുമ്പോൾ പോലും ഇമോഷണൽ സീക്വൻസുകളൊക്കെ ജോമൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ദ്രൻ ചേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം നിന്ന് നന്നായി പെർഫോം ചെയ്യാൻ അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിന്ന് ചെയ്യാമെന്ന് പറയില്ലേ, ജോമൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഇന്ദ്രൻ ചേട്ടനാണ്. അങ്ങനെക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ കഥ 2 തലമുറകളിൽ നിൽക്കുന്ന സിനിമാമോഹികളായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഇന്ദ്രൻ ചേട്ടൻ ജോമോൻ യാത്ര ചെയ്ത ആ ഒരു വഴിയിലൂടെ കുറച്ച് യാത്ര ചെയ്ത് പക്ഷേ പിന്നീട് സിനിമ വേണ്ടെന്ന് വെച്ച് തൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയ പക്ഷേ അഭിനയമോഹം ഉള്ളിലുള്ള ഒരാളാണ്. ജോമോൻ്റെ ക്യാരക്ടർ ജസ്റ്റ് ഒരു 10 വർഷമായിട്ടുള്ള അയാൾ സിനിമയിൽ എത്തണമെന്ന് പറയുന്ന ആഗ്രഹമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അയാൾക്ക് അത്രയും പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ജനറേഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ സിനിമാ മോഹങ്ങളാണ് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. അതിൽ ഈ പ്രായത്തിന് മുതിർന്ന ആളായതുകൊണ്ട് തന്നെ ഈ അവസരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ടുള്ള അവസരങ്ങളെ ഗംഭീരമായിട്ട് ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ഒരു പക്വത അവിടെയുണ്ട്. എന്നാൽ അതേസമയം ഭയങ്കര പ്ലേഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഭയങ്കര ക്യൂട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞ്, അതായത് ഒരു കൊമ്പമീശക്കാരനെ കാണുമ്പോൾ നമുക്ക് ആ കൊമ്പമീശയിൽ തലോടാൻ തോന്നുന്നതെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സിനിമയുടെ തുടക്കം മുതൽ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങേരുടെ കൊതിയൊക്കെ കാണുമുണ്ടല്ലോ. നമ്മൾ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കൊതിയാണ്. ഇപ്പം നമ്മളൊക്കെയും സിനിമയിൽ എപ്പോഴെങ്കിലുമൊക്കെ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അതിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള കൊതിയില്ലേ, അതാണ് ഇന്ദ്രൻ ചേട്ടൻ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അഭിനയമോഹിയായിട്ടുള്ള തരക്കേടില്ലാത്ത ഒരാൾ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള തിളക്കം വന്നിട്ടുള്ള ഒരു ആക്ടറായിട്ടും കൂടി അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുണ്ട്. അവിടെയും അയാൾ എന്ത് അടിപൊളിയായിട്ട് ചെയ്യുന്നു. അത് പറയുമ്പോൾ ഇതിനകത്ത് കഥകളി ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയേണ്ടതുണ്ട്. കഥകളി എന്ന് പറയുന്ന ആർട്ട് ഫോമിനെ വളരെ ഗംഭീരമായിട്ട് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഈ ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ എല്ലാ ആർട്ട് ഫോമിനും കോറായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇമോഷൻസിനെ
എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കഥകളിയല്ല നമ്മൾ സിനിമയിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോഴും ഒരു കഥകളി ആർട്ടിസ്റ്റിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. ആ കഥകളി ആർട്ടിസ്റ്റായിട്ട് വന്ന പുള്ളിക്കാരൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെടുമ്പോൾ എന്ത് രസമാണ് വേണ്ട, അടിപൊളി പെർഫോമൻസ്. അങ്ങനെ എല്ലാവരെയും അടിപൊളി ഗംഭീരം എന്ന് മാത്രം പറയാനുള്ള അങ്ങനത്തെ പെർഫോമൻസുകളുള്ളൊരു സിനിമയാണ്. ആൻഡ് രണ്ടാമത്തെ പോസിറ്റീവ്, പ്രേക്ഷകൻ്റെ സൈഡ്, പ്രൊഡ്യൂസറിൻ്റെ സൈഡ്, സംവിധായകൻ്റെ സൈഡ്, അഭിനേതാക്കളുടെ സൈഡ്, അങ്ങനെ ഇതൊരു സിനിമയ്ക്കുള്ളിലെ സിനിമ കാണിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാവരെയും കാണുന്നുണ്ട്, ഇൻക്ലൂഡിങ് പ്രേക്ഷകർ. ഒരു റാപ്പ് സോങ് പോലെ വന്നിട്ട് അതിനകത്ത് ഈ പറയുന്ന പ്രേക്ഷകൻ്റെ ഒരു വറി എന്താണ്, സിനിമ കാണാൻ വേണ്ടി ഫാമിലിയായിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന, അധ്വാനിക്കുന്ന, പണം മുടക്കുന്ന, സമയം മുടക്കുന്ന പ്രേക്ഷകന് പറയാനുള്ളതും ഈ സിനിമയിലുണ്ട്. അങ്ങനെ എല്ലാ പെർസ്പെക്റ്റീവിലും നിന്നുകൊണ്ട് സിനിമ അവതരിപ്പിക്കുക ഒരു സംവിധായകൻ. ഈ താരജാടയുള്ളവരെയൊക്കെ കാരണം, അതായത് ഒരു ലെവൽ കഴിഞ്ഞ പിന്നെ ഈ താരജാട ഇറക്കുക എന്ന് പറയുന്നത് നമുക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ പറയുന്ന കാര്യം കൊണ്ട് എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, ഒരു സിനിമ ഒന്ന് നടത്തിയെടുക്കാൻ അയാൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു പ്രൊഡ്യൂസറിൻ്റെ രോഷം എത്രത്തോളമാണ്. പക്ഷേ അഭിനേതാക്കളെ കാണിച്ചപ്പോൾ, താരങ്ങളെ കാണിച്ചപ്പോൾ ഏകപക്ഷീയമായി പോയോ എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്തയുണ്ട്. ഈ സിനിമ കുറച്ചും കൂടി ഒരു പ്രേക്ഷകൻ്റെയും ഒരു ക്രിയേറ്ററിൻ്റെയും സൈഡിലേക്കാണ് നിൽക്കുന്നത്, പെർഫോമറേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ താരത്തിനേക്കാൾ കൂടുതൽ എന്ന് തോന്നി. പക്ഷേ എല്ലാത്തിനെയും അതിൻ്റേതായിട്ടുള്ളൊരു സ്കെയിലിൽ നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആവുന്ന ഒരു രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറഞ്ഞല്ലോ, ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാനുള്ള കഷ്ടപ്പാടുണ്ട്, ഓടി നടക്കുന്ന ആളുകളുണ്ട്. ഒരു സെറ്റിൽ നമ്മൾ പലതരം ആൾക്കാരുണ്ടല്ലോ, പല ജോലികൾ ചെയ്യുന്ന ആളുകൾ, എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. എല്ലാവരുടെയും ആ ജോലിയുടെ ഒരു രസവും കാണാൻ പറ്റും, അതിൻ്റെ പ്രഷറും നമുക്കറിയാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ പോകുന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉള്ള സീനിയർ ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് പുതിയ ആളെ ഓടിക്കുന്നതും അയാളുടെ ആഗ്രഹം കൊണ്ട് ചെയ്തു കൂട്ടുന്നതും അതിൻ്റെ പ്രഷറും ടെൻഷൻസും എല്ലാം നമ്മളൊരു സൈഡിൽ കാണുന്നുണ്ട്. ഒരു ഷൂട്ടിംഗ് ഉണ്ടാകുമ്പോൾ ആ ലൊക്കേഷനിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് എന്തുമാത്രം സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മൾ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് സിനിമയ്ക്കുള്ളിലെ സിനിമയായിട്ട് കണ്ടത് ഈ സിനിമാ മോഹിയുടെ ആംഗിളിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ഇവിടെ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് മൂന്നാമത്തെ പോസിറ്റീവ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഉള്ളിൽ ഇങ്ങനെ കയറി തുടങ്ങിയ ഒരു കാര്യമാണ് സിനിമയുടെ മ്യൂസിക്കാണ്. പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെടിച്ചില് പോലെ പോകുന്നുണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. നമ്മുടെ ജോമോൻ്റെ ക്യാരക്ടർ ഈ കാടിനുള്ളിലേക്കൊക്കെ നടന്നു പോയി ഒരു മലയുടെ മുകളിൽ ചെന്ന് കോഴി വിളിക്കുന്നതും അങ്ങനെയുള്ള കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ അവൻ നാട്ടിൽ നിന്ന് ഇറങ്ങി കൊച്ചിയിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സ്കോറും കാര്യങ്ങളൊക്കെ ആയിട്ട് മ്യൂസിക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഇതിൻ്റെ സംവിധായകൻ കൂടി ഇതിൻ്റെ സംഗീത സംവിധാന മേഖലയിൽ കൈവച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി, അയാൾ സ്വപ്നം കാണുന്നൊരു സിനിമ അയാൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾ തന്നെ എല്ലാ മേഖലയിലും കൈവെക്കുക എന്ന് പറയില്ലേ. ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു ഗംഭീര സൗണ്ട് സൈഡ് തന്നെയാണ് ഇതിൽ ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ മ്യൂസിക് എന്ന് പറയുമ്പോൾ അതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും മാത്രമല്ല പറയുന്നത്, ഇതിൻ്റെ ടോട്ടൽ സൗണ്ടിങ്ങും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ വിഷ്വൽസ് ഗംഭീര വിഷ്വൽസാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ഈ സിനിമാമോഹിയായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ ഒരു മുറിയിൽ നിന്ന് ആരംഭിച്ച് അവൻ്റെ ലോകം കാണിച്ച് സിനിമാ ലോകത്തേക്കുള്ളൊരു യാത്ര വരുന്നു, ലൊക്കേഷൻ വരുന്നു, അവിടെയുള്ള ഓരോ ആൾക്കാർ, അവരുടെ ലൈഫ്, ഓരോന്നിനെയും മാർക്ക് ചെയ്ത് പോകുന്നു. അതിനൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് അവതരിപ്പിക്കുന്ന, പിന്നെ ഇതിൻ്റെ ഒരു കളറിങ്ങിനൊക്കെ ഒരു വേറെ തന്നെ ഫീലുണ്ട്. ഒരു വൈബ്രൻ്റ്, ഒരു എനർജറ്റിക് ആ ഒരു സംഭവം അങ്ങനെ നിലനിർത്തി പോരുന്നുണ്ട്. ഒരു ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടിച്ചാടി നടക്കുന്ന ആ ഒരു റഷ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ഇതിൻ്റെ വിഷ്വൽ പരിപാടികളൊക്കെ പീക്ക് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിലാണ്. എന്ന് വെച്ചാൽ ഇന്ദ്രൻ ചേട്ടൻ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു വേഷം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ബാഹുബലിയിലെ പ്രഭാസ് ചെയ്ത വേഷം കിട്ടിയാൽ ചെയ്യാമായിരുന്നു. അദ്ദേഹം അന്നത് ഒരു തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും പ്രഭാസ് ബാഹുബലിക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്തത് എങ്ങനെയാണ്, പല കാര്യങ്ങളും അയാളുടെ മുന്നിലില്ല, ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ പെർഫോം ചെയ്യാണ്. VFX ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അയാൾ പെർഫോം ചെയ്യാണ്. ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അയാൾ ആഗ്രഹിച്ചത് അയാൾ ചെയ്തു, തമാശയ്ക്ക് പറഞ്ഞാൽ പോലും അയാൾ ചെയ്തു എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ വിഷ്വൽ പരിപാടികളുണ്ട്. അത് എണ്ണിപ്പെറുക്കി പുകഴ്ത്താനുണ്ട്. ചിലപ്പോൾ സ്പോയിലർ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നത്. എഗ് വൈറ്റ് VFX ആണ് ചെയ്തിട്ടുള്ളത്. VFX സൂപ്പർവൈസർ തൗഫീഖ് ഹസനാണ്. കളറിസ്റ്റ് ജോയ്ന തോമസ് ആണ്. കളർ ബൈ സപ്താവിഷൻ. എല്ലാം എന്ന് വെച്ചാൽ ഇതിൻ്റെ വിഷ്വലിൽ വന്നു പോകുന്ന സകലമായ കാര്യങ്ങളും ഗംഭീരമായിട്ടാണ് ചുരുക്കിയിട്ടുള്ളതാണ്. പിന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലൊന്ന് അച്ഛൻ ഇമോഷനാണ്. അത് നമ്മൾ അമ്പിളി എന്ന് പറയുന്ന സിനിമയിൽ ജോൺ പോൾ ചെയ്ത സമയത്തും അത് അവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും ആ പറയുന്നൊരു എലമെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ആ ഒരു പോർഷൻ, സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴുള്ള കുറച്ച് പോർഷൻസ് എനിക്ക് ഭയങ്കര പ്രെഡിക്റ്റബിളായിട്ട് തോന്നി. ഇതിങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന അതങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ അപ്പോൾ പോലും ആ ഇമോഷനെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ആ അച്ഛൻ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കൂ. രണ്ടാമത്തെ കാര്യം, വയനാട്ടിലെ സിറ്റുവേഷൻ. അത്
അത് പറയേണ്ട ആൾ പറയുന്നു എന്നുള്ളത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇനി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരു നെഗറ്റീവ്, അത് ചിലപ്പോൾ എൻ്റെ അമിത പ്രതീക്ഷ കൊണ്ടായിരിക്കും. അമ്പിളിയും ഗപ്പിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമോഷണൽ ഒരു സാധനം ഉണ്ടായിരുന്നു. അമ്പിളിയൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ ചാരി ഇരിക്കുകയാണ്, അനങ്ങാൻ പോലും പറ്റാതെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ കരഞ്ഞത് ആരെങ്കിലും കാണുമോ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് അമ്മാതിരി ഒരു ഫീലിൽ നിൽക്കുമായിരുന്നു. അതുപോലൊന്ന് എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പറയുന്ന തമാശകളൊക്കെ നടന്നു പോകുന്ന സമയത്തും ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുമെന്ന് പറയുന്ന, അപ്പോൾ അതിനൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ ആ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. ഇമോഷൻസ് ഉണ്ട്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ആ ഫീലിങ്സ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ സാധനം ഉണ്ടല്ലോ ഉള്ളിലിങ്ങനെ നീറുന്ന പോലെ ജോൺ പോളിന് ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്നൊരു കാര്യം. ഐ മിസ്ഡ് ഇറ്റ്. ഞാൻ പറയുന്നത് ഈ സിനിമയിൽ അത് കുറവുണ്ടെന്നല്ല, അമ്പിളിയും ഗപ്പിയൊക്കെ തന്ന സംവിധായകനിൽ നിന്ന് ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നി. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ ആക്ച്വലി ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഈ പറയുന്ന എന്തൂസിയാസവും എല്ലാം നമുക്ക് ഫീൽ ചെയ്ത് അടിപൊളിയായിട്ട് പോയിട്ട് ഈ ഇൻ്റർവെലിനോട് അടുപ്പിച്ച് വരുന്ന സമയത്ത് സിനിമയ്ക്കൊരു ലോ ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലാഗ് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു സംഭവബഹുലമല്ലാതെ പോകുന്ന പോലെ ഇതിനകത്തൊരു പ്രധാന സാധനമൊക്കെ വരുമ്പോഴും അതൊന്നും അത്ര ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറച്ചൊന്ന് കയറുമ്പോഴാണ് പടം പിന്നെയും ഓണായിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് ഒരു സൈൻ വേവ് നമ്മൾ വരയ്ക്കുന്ന പോലെ ഒരു ഡിപ്പുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും സിനിമ കാണാതിരിക്കാനുള്ളൊരു കാരണമൊന്നുമല്ല. എസ്പെഷ്യലി നിങ്ങളൊരു സിനിമാ മോഹിയാണെങ്കിൽ, സിനിമ എന്ന് പറയുന്ന സ്വപ്നം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടി അലഞ്ഞിരുന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇന്നിൻ്റെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന വലിയ കൊലകൊല്ലി ബഡ്ജറ്റും കാര്യങ്ങളും സാധനങ്ങളും ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ലൊരു അവസരത്തിന് വേണ്ടി ശ്രമിച്ച് അത് കിട്ടിയാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു ഫീലിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റും. കാരണം ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലുള്ളത് നിങ്ങളത് തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് ഇന്ദ്രൻസേട്ടൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേക്കണേന്ന്. ആ തംസപ്പ് കൊടുക്കാനുള്ള ഒരു സിനിമ തന്നെയാണ് ആശ. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. അതിനുള്ള അർഹത എല്ലാ സിനിമയ്ക്കും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിലയിരുത്തൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.